ഹലോ, വെൽക്കം ടു സറാഷ് വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ എൻ്റെ കസിൻ്റെ വെഡ്ഡിങ് ഡേ വ്ളോഗാണ് കാണാൻ പോകുന്നത്. ഇന്നെന്ന് പറയുമ്പോൾ ഒരു ദിവസമല്ല കേട്ടോ, 2-3 ദിവസത്തെ ഒരു വീഡിയോസാണ് നമ്മൾ ഈ കാണാൻ പോകുന്നത്. എല്ലാം കൂടി മിക്സ് മാച്ച് ചെയ്ത് ഇടുന്നു എന്ന് മാത്രം. ഈ ബ്ലൂ കളർ ഔട്ട്ഫിറ്റ് ഇട്ടിരിക്കുന്നതാണ് ബ്രൈഡ് ഷഹന. അവളെ ഒരുക്കുന്നത് സൗഫിയ കേട്ടോ, അവളുടെ സിസ്റ്ററാണത്. അപ്പം ബ്രൈഡ് ടു ബിക്ക് ഇൻവൈറ്റ് ചെയ്തപ്പം എൻ്റെ മനസ്സിൽ ഊഹത്തനുസരിച്ചിട്ട് ക്യാമറാമാനൊക്കെ വന്ന് ഭയങ്കര പോസൊക്കെ കൊടുത്ത് അങ്ങനെയുള്ളൊരു ബ്രൈഡ് ടു ബി ആയിരുന്നു. അതുകൊണ്ട് ഞാൻ മാത്രം സ്പെഷ്യലായി ഒരുങ്ങി കിട്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ എത്തിയപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത് ഞാൻ മാത്രമാണ് അവിടെ ഓവറെന്ന്. കാരണം ഫോട്ടോഗ്രാഫേഴ്സൊന്നുമില്ല, ജസ്റ്റ് ഫോണിൽ ഫോട്ടോ എടുത്തിട്ട് ഒരു സിമ്പിൾ പരിപാടിയായിരുന്നു അവൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആർഭാടമൊന്നുമില്ല, എല്ലാവരും ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ഇട്ടിട്ട് നിൽക്കുന്നു. ഞാൻ മാത്രം വലിയ ഫ്രോക്കൊക്കെ ഇട്ടിട്ട് വന്നു. ഒന്നും നോക്കില്ല, കണ്ടം വഴിയോടെ വീട്ടിൽ പോയിട്ട് വേറൊരു ഡ്രസ്സ് മാറ്റിയിട്ട് വന്ന് ഒന്നും അറിയാത്ത പോലെ ചമ്മാത്ത പോലെ ഇരുന്നു കേട്ടോ. അങ്ങനെ നമ്മളങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതൊരു വേറൊരു കസിൻ്റെ മോനാണ് കേട്ടോ. ഇവർ രണ്ടുപേരും ബ്രദർ ആൻഡ് സിസ്റ്ററാണ്. അപ്പം അവൻ്റെ അടുത്ത് നമ്മളിങ്ങനെ കണ്ണടിച്ച് കാണിക്കുന്ന സമയത്ത് ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞാൽ അവൻ ഈ ഒരു എക്സ്പ്രഷനൊക്കെ ഇട്ട് കാണിച്ചു തരും. ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, അപ്പളേ കണ്ടില്ലേ, സൗഫിയൻ്റെ കുട്ടിയാണ് കേട്ടോ ഇത്. അപ്പോൾ അവളെയും കളിപ്പിച്ച് നമ്മളിങ്ങനെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയം കൊണ്ട് സൗഫിയ അവളെ റെഡിയാക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ബാക്കിയുള്ള കസിൻസൊക്കെ അവിടെ പോവുകയൊക്കെ ചെയ്ത് ഒരു ചെറിയ സെറ്റപ്പ്, ഒരു ബ്രൈറ്റ് ടു ബി സെറ്റപ്പൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾക്ക് ഫോട്ടോ കേക്കിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടും ആ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടൊക്കെ കുറേ ഫോട്ടോസ് എടുക്കലും അതുപോലെ കേക്ക് കട്ട് ചെയ്യലും ബ്രൈഡിൻ്റെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കുക, ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ മെയിൻ പരിപാടി എന്ന് പറയുന്നുണ്ടായിരുന്നത്. കേക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പ് നെയ്ഹക്കുട്ടിക്ക് ഫസ്റ്റ് കൊടുക്കണം എന്നുള്ളത് ഭയങ്കര ഒരു നിർബന്ധമായിരുന്നു. അങ്ങനെ അവളുടെ വായിൽ വെച്ച് കൊടുത്തപ്പോഴാണ് അവൾക്കൊരു സമാധാനം കിട്ടിയത്. അങ്ങനെ പിന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്തു. കേക്ക് കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ, ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ പരിപാടി. പിന്നെ ഒരു ചെറിയ ഫുഡും ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ച് നമ്മൾ ഹാപ്പി ആയിട്ട് പിരിയുക എന്നുള്ളതാണ്. പിന്നെ സ്റ്റാറ്റസ് ഇടണം, സ്റ്റോറി ഇടണം, അതാണല്ലോ ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ കേക്ക് കട്ട് ചെയ്തു. ആദ്യത്തെ വായി നമ്മൾ ബ്രൈഡിന് എന്നെ സമർപ്പിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കസിൻസിനൊക്കെ കൊടുത്തു, കസിൻസിൽ സിസ്റ്റേഴ്സിനൊക്കെ കൊടുത്തു. ആൾക്ക് 2 സിസ്റ്ററാണ് കേട്ടോ, സൗഫിയ, ഒന്ന് ഷെറിൻ. അപ്പോൾ 2 പേർക്ക് കൊടുത്തതിന് ശേഷം പിന്നെ എല്ലാവർക്കും കൊടുത്ത് എല്ലാവരും ഹാപ്പിയായി പിരിഞ്ഞു കേട്ടോ. അപ്പോൾ അന്നത്തെ ഡേ അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ളൊരു പരിപാടി, അതോടെ അത് കഴിഞ്ഞു കേട്ടോ. പിന്നെ ഈ വാച്ച് കാണിക്കുന്നതുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കേണ്ട, ഇത് മെഹന്തി നൈറ്റ് നമ്മളായിരുന്നു കേട്ടോ മേക്ക് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബ്രൈഡിന് പറഞ്ഞ ടൈമിൽ നിന്ന് 1 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് ബ്രൈഡ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബ്രൈഡ്സ് നമ്മൾ പറയുന്ന ടൈമിനേക്കാളും ലേറ്റായിട്ട് വരുമ്പോൾ അവരുടെ വർക്കും അതുപോലെ തന്നെ ലാഗാവും. പക്ഷെ ഒരിക്കലും ഈ ബ്രൈഡിൻ്റെ വീട്ടുകാരോ അവർ ലേറ്റായിട്ട് വന്നത് കൊണ്ടാണ് നമ്മുടെ വർക്ക് കഴിയാത്തതെന്ന് ഒരിക്കലും വിചാരിക്കില്ല. മേക്കപ്പ് ആർട്ടിസ്റ്റ് വൈകിപ്പിച്ചു, അവരുടെ വർക്ക് കഴിയാനായിട്ട് വൈകി എന്ന് പറഞ്ഞിട്ട് വീട്ടുകാരനിൽ നിന്നും അതുപോലെ തന്നെ എല്ലായിടത്തും ഭയങ്കര പ്രഷറായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ അവരുടെ ഇവൻസും അതുപോലെ തന്നെ വൈകും. അപ്പോൾ ഇതൊക്കെ ടാലി ചെയ്തിട്ടായിരിക്കും നമ്മളൊരു ടൈം പറയുന്നുണ്ടാവും. അപ്പോൾ മാക്സിമം എല്ലാ ബ്രൈഡ്സും ടൈമിന് എത്താനായിട്ട് നോക്കുക. അത് കഴിഞ്ഞ് ഞങ്ങൾ ഭയങ്കര ഹറിബറി ആയിട്ടാണ് കേട്ടോ മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എങ്ങാനും അവർ വിളിച്ചാലോ, അവൾക്ക് പോകേണ്ട ടൈം, ക്യാമറാമാൻ വരേണ്ട ടൈം അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ ഈ മേക്കപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ പറഞ്ഞ സമയത്തിനേക്കാളും ഒരുപാട് സമയം നമ്മൾ നേരത്തെ റെഡിയായി കഴിഞ്ഞു. ഫാമിലി ആണല്ലോ, അതുകൊണ്ട് തന്നെ വലിയ പ്രഷറോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഫുൾ ഓൺ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് ഞാൻ സെപ്പറേറ്റ് പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഷഹനാൻ്റെ ഈ ഒരു ഔട്ട്ഫിറ്റും അതുപോലെ തന്നെ ഈ ഓർണമെൻറ്റ്സും എല്ലാം നമ്മളുടെ തന്നെ ഷോപ്പ് സഹറാഷ് മേക്ക് ഓവർ ആൻഡ് റെൻ്റൽസ് എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്താൽ മതി. ഈ ഒരു ഔട്ട്ഫിറ്റും ഡീറ്റെയിൽസും എല്ലാം നമുക്കതിൽ കാണാനായിട്ട് പറ്റും. ഇതെല്ലാം നമ്മൾ നമ്മുടെ ഷോപ്പിൽ നിന്ന് തന്നെ റെൻറ്റിന് എടുത്തതാണ് കേട്ടോ ഈ ഒരു ഔട്ട്ഫിറ്റ്. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫോട്ടോഷൂട്ട്, നിറം വെഡ്ഡിങ്സ് ആണ് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഗ്രാമഫോൺ വെച്ചിട്ടുള്ള ഈ ഷൂട്ടിൻ്റെ ഐഡിയ ആക്ച്വലി നിറം വെഡ്ഡിങ്സിൻ്റെ ആയിരുന്നു. ഈ ഒരു പ്ലേസ് എന്ന് പറയുന്നത് എൻ്റെ നെയ്ബറിൻ്റെ വീടാണ് കേട്ടോ അത്. അപ്പോൾ അവിടെ വെച്ച് കുറേ പേര് എൻ്റെ വെഡ്ഡിങ്ങിൻ്റെ ഫോട്ടോസും ഷൂട്ട് ചെയ്തത് ഈ ഒരു പ്ലേസിൽ തന്നെയായിരുന്നു. അപ്പോൾ കുറേ പേര് ഇതെന്തോ വേറെ ഏതോ പ്ലേസാണ്, അല്ലെങ്കിൽ ഫോട്ടോഷൂട്ട് എടുക്കാൻ പറ്റിയ എന്തോ പ്ലേസ് ആണ് എന്നാണ് ഈ ഫോട്ടോസ് മാത്രം കാണുന്ന സമയത്ത് വിചാരിക്കുന്നത്. അപ്പം അല്ല, ഇതെൻ്റെ നെയ്ബറിൻ്റെ വീടാണ്. അവരങ്ങനെ ഫോട്ടോഷൂട്ട് എടുക്കാനുള്ള പെർമിഷനോ അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല. നമ്മളറിയുന്ന ആൾക്കാരായതുകൊണ്ട് മാത്രം തരുന്നു എന്ന് മാത്രം കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് ബ്രൈഡ് യഥാർത്ഥമായി പോസ്റ്റ് അടിച്ചത്. ബ്രൈഡിനെ പോകാനുള്ള സമയം കുറേ കഴിഞ്ഞതിന് ശേഷം നാട്ടുകാരും വീട്ടുകാരും എല്ലാം ഓഡിറ്റോറിയത്തിലെത്തിയിട്ട് ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ ബ്രൈഡ് ഓഡിറ്റോറിയത്തിലെത്തുന്നത്. അപ്പോൾ മെഹന്തി നൈറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും ഓഡിറ്റോറിയത്തിലെത്തിയിട്ടോ. അപ്പം MP ഹാൾ കൊടുവായൂർ MP ഹാളിൽ വെച്ചിട്ടായിരുന്നു നമ്മളുടെ ഫംഗ്ഷൻ. ഞാൻ ഒരു കേപ്പിൻ്റെ വീഡിയോ, അതായത് ഒരു അൺബോക്സിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അൺബോക്സിങ് വീഡിയോയിൽ കാണിച്ച ആ കേപ്പാണ് കേട്ടോ ഞാനിവിടെ സ്റ്റൈൽ ചെയ്തിട്ടുള്ളത്. പ്ലെയിൻ ആയിട്ടുള്ള സാരിയും
അതായത് പ്ലെയിൻ ബ്ലാക്ക് സാരിയും പ്ലെയിൻ ആയിട്ടുള്ള വെൽവെറ്റിൻ്റെ ബ്ലാക്ക് മെറ്റീരിയലും കൊണ്ടുള്ള ഒരു ബ്ലൗസും, അതിൽ ആ കേപ്പാണ് കേട്ടോ പെയർ ചെയ്തിട്ടുള്ളത്. ഞാൻ ഫോട്ടോസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതിനുശേഷം ഫോട്ടോസൊക്കെ എടുത്ത്, അതായത് നമ്മൾ സ്റ്റേജിൽ കയറി ബ്രൈഡിനൊപ്പം ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഫുഡ് കിട്ടി. ഇത് കണ്ടോ, കന്നാസും കടലാസും പോലെ ഇരിക്കുന്ന എൻ്റെ 2 ബ്രദേഴ്സാണ് കേട്ടോ ഇത്. അവർ രണ്ടുപേരും ഭയങ്കര ഒത്തൊരുമ കാണിക്കാനായിട്ട് ഒരേപോലെ ഡ്രസ്സ് എടുത്തതാണ് ഈ കാണുന്നത്. അതുകൊണ്ട് ഞങ്ങൾ കന്നാസും കടലാസും എന്ന് വിളിക്കുന്നു എന്ന് മാത്രം. ഫുഡൊക്കെ അടിച്ചു. അത് കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ ഫുള്ള് ഡാൻസും പാട്ടും ഭയങ്കര അർമ്മതിക്കലായിരുന്നു. വന്നപ്പോൾ അഡാർ ലുക്കും പോയപ്പോൾ ആധാർ ലുക്കുമായി പോയിട്ടുണ്ട് ഞങ്ങളെല്ലാവരും. എന്നിട്ട് എല്ലാവരും വീട്ടിലെത്തി. പിന്നെ നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ ഇത്. നെക്സ്റ്റ് ഡേ വെഡ്ഡിങ് ഡേ. ഞങ്ങളെല്ലാവരും ഈ ഒരുങ്ങിക്കെട്ടി ഈ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് എന്തിനാണെന്നറിയോ? നിങ്ങൾ വിചാരിക്കും ബ്രൈഡിനെയും ഗ്രൂമിനെയൊക്കെ കാണാനാണെന്ന്. ആക്ച്വലി അല്ല, ബ്രൈഡിൻ്റെ കുറേ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്, ഗ്രൂമിൻ്റെ ഫ്രണ്ട്സും ഉണ്ട്. അങ്ങനെ അവരെല്ലാവരെയും വായി നോക്കാനായിരുന്നു ഈ കാണുന്ന മഹിളാ സമാജം ഒത്തൊരുമിച്ച് നടക്കുന്നത്. ആരും നമ്മളെ മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ തന്നെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് മെയിനായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം പിന്നെ സ്റ്റേജിലൊക്കെ കുറേ ആൾക്കാർ, അതായത് ഈ കാണുന്നതെല്ലാം ബ്രൈഡിൻ്റെ കൊളീഗ്സാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും കൂടെ വായി നോക്കിക്കൊണ്ടിരിക്കാനായിട്ട് ആരെങ്കിലും വേണമല്ലോ. അപ്പോൾ ഇവരെയൊക്കെയാണ് കേട്ടോ വായി നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് ബ്രൈഡിൻ്റെ കൊളീഗ്സിൻ്റെ വക ഒരു ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അതായത് ബ്രൈഡിൻ്റെ കസിൻസിൻ്റെ വക, അതായത് ഞങ്ങളുടെ ടീം തന്നെയാണ്. അതിൽ കുറച്ച് കസിൻസും കൂടെ, ഇതിൽ കുറച്ച് കസിൻസ് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഇത് നിങ്ങൾ സൂക്ഷിച്ച് നോക്കൂ. ഞാൻ ആദ്യം അപ്ലോഡ് ചെയ്ത സമയത്ത് ഇതിൻ്റെയൊക്കെ പാട്ട്, ഒറിജിനലായിട്ടുള്ള പാട്ട് നമ്മളിതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് നിങ്ങൾക്ക് ആ ഫീൽ കിട്ടിയെന്ന് പറഞ്ഞിട്ട്. പക്ഷേ കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണം ഡിലീറ്റ് ആക്കേണ്ടി വന്നു. അതാണ് ഇപ്പം ഇങ്ങനൊരു വോയിസ് ഓവർ ഇതിൽ കയറ്റിയിട്ട് ഈ ഡാൻസ് ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പം എന്തായാലും എല്ലാവരും മറക്കാതെ കമൻറ്റ് ചെയ്യണേ. ഇപ്പോൾ അരങ്ങേറിയ സ്റ്റേജ് ഷോ കണ്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മറക്കാതെ കമൻറ്റ് ചെയ്ത് അറിയിക്കേണ്ടതാണ് കേട്ടോ. അതിനുശേഷം ആ ദിവസം ഈവനിങ് ആയി. ഇനിയാണ് ഞങ്ങളുടെ പ്രസനം. ഇത് ഞങ്ങൾ റിസപ്ഷന് പോകുന്നതാണ്. മുണ്ടൂരാണ് ചെക്കൻ്റെ വീട് വരുന്നത് കേട്ടോ. അപ്പോൾ ഒരുങ്ങിക്കെട്ടി മേക്കപ്പൊക്കെ ചെയ്ത് ഞങ്ങൾ അഡാർ ലുക്കിൽ പോവുകയാണ് കേട്ടോ. ഈ പോകുന്നത് മാത്രമേ കാണുള്ളൂ. അത് കഴിഞ്ഞ് അവിടെ എത്തുമ്പോഴേക്കും ഞങ്ങൾ ആധാർ ലുക്കിലോട്ട് മാറും. പിന്നെ നമ്മൾ എവിടെ പോയാലും ഒരു ഫാമിലി ഫോട്ടോ മുഖ്യം. അപ്പോൾ ഞങ്ങളങ്ങനെ ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തു. എന്തിനാണ് ഇത്രയും ദൂരം നടന്നു വന്നതെന്ന് ചോദിച്ചാൽ ഈ ഒരു ബസ്സിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബസ്സുള്ളത് ഞങ്ങളുടെ റൂട്ട് കുറച്ച് ഉള്ളിലേക്കായതുകൊണ്ട് തന്നെ പുറത്തായിരുന്നു കേട്ടോ ബസ് നിൽക്കുന്നുണ്ടായിരുന്നത്. പുറത്ത് തന്നെയാണ് എപ്പോഴും നിൽക്കുക. എന്നാൽ ആ റൂട്ടിൽ നിന്ന് ഒരു പുറത്തേക്കുള്ള ഒരു റോഡിലാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതുവരെ നടന്ന് വന്നിട്ടാണ് നമ്മൾ ബസ്സിൽ കയറിയത്. പിന്നെ നോർമലി ഡാൻസ്. അങ്ങനെ ഞങ്ങൾ ആർമാദിച്ച് തകർത്ത് തിമിർത്ത് അവിടെ എത്തുമ്പോഴേക്കും പകുതി മേക്കപ്പും പോയി ആധാർ ലുക്കിലോട്ട് ഞങ്ങൾ മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അവിടെ എത്തുമ്പോഴേക്കും ഫോണിലൊക്കെ ചാർജ് കഴിഞ്ഞ് പിന്നെ ഫുഡ് അടിയും. അവിടെ പോയിട്ട് വലിയ പരിപാടിയൊന്നുമില്ല കേട്ടോ. കുറച്ച് ഷോ ഓഫ് കാണിച്ചു, സ്റ്റേജിൽ പോയി ഫോട്ടോ എടുക്കുന്നു, ഫുഡ് കഴിക്കുന്നു, പിന്നെ കുറച്ച് നേരം എല്ലായിടത്തും സംസാരിച്ചിരിക്കുന്നു. നമ്മളെ ഫാമിലി മാത്രമേ ഉള്ളൂ, കാരണം നമ്മൾ ഓൾറെഡി ലേറ്റാണ്. ഞങ്ങളുടെ മേക്കപ്പൊക്കെ കഴിയുമ്പോഴേക്കും നമ്മൾ ലേറ്റ് ആവുമല്ലോ സ്വാഭാവികമായിട്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ലേറ്റാണ്. അവരുടെ ഫംഗ്ഷന് അവിടെയുള്ള ആൾക്കാരൊക്കെ നേരത്തെ വന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ പോയ ആൾക്കാർ മാത്രമേ അവിടെ മെയിനായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങളൊക്കെ പോയി ഞങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചതിന് ശേഷം ഫുഡൊക്കെ കഴിച്ച് തിരിച്ചെത്തി. ഇപ്പം ഇത്രയേ ഉള്ളൂ. ബായ്.